രണ്ട് സുന്നത്തുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം. വളരെ ഗൗരവപ്പെട്ടതും ഇന്ന് 90% ആളുകളും ചെയ്യാത്തതുമായൊരു സംഗതി, വലിയ നഷ്ടം വരുന്നൊരു സംഗതി. അതായത് ഇമാമും ജമാഅത്തെ നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇമാമ് റുക്കൂവിലേക്ക് പോയി നമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ റുക്കൂവിലേക്ക് പോവുക ചെയ്യുക. നമ്മൾ ഇമാമിൻ്റെ കൂടെ തന്നെ പോവുക ചെയ്യുക. മാണ്ടി അങ്ങനെ ഇമാമ് റുക്കൂവിൽ എത്തിയ ശേഷമാണ് നമ്മൾ തുടങ്ങുന്ന മാണ്ടി. ഇമാമിൻ്റെ കൂടെ പോയ എന്താ പ്രശ്നം? അത് ജമാഅത്തിലൂടെ വരുന്ന കറാഹത്താണ്. അപ്പം ഒരു റുക്കൂവിൽ നമ്മൾ ഇമാമിൻ്റെ കൂടെ പോയാൽ നമുക്ക് 27 ഇരട്ടി ആ റുക്കൂവിൽ നഷ്ടപ്പെടും. പിന്നെ എഴുത്തിദാൽ ഇമാമിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ട് ഉയർന്നാലോ ആ എഴുത്തിദാലിൽ 27 ഇരട്ടി നഷ്ടപ്പെട്ടു. പിന്നെ ഇമാമിൻ്റെ കൂടെ തന്നെ സുജൂദിലേക്ക് പോയാലോ ആ സുജൂദിൽ 27 നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിൻ്റെ കൂടെ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിൻ്റെ മുന്നിൽ തന്നെ ആവുന്നവരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ജമാഅത്തിൽ 27 ഇരട്ടി കൂലി എന്നുള്ളത് ജമാഅത്തിലൂടെയുള്ള കറാഹത്തിലൂടെ നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ കൂടിയാൽ എന്ത് ചെയ്യണമെന്നറിയാം. ഇനി മേലിൽ ഇമാമ് ഇപ്പോൾ റുക്കൂയിലേക്കാണ് ഇമാം പോകുന്നതെങ്കിൽ ഇമാം റുക്കൂയിലെത്തിയ ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കൂയിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത്. ഇമാം സമീഅല്ലാഹു അലൈഹി ഹമിദ എന്ന് പറഞ്ഞ് നേരെ അറ്റൻഷനായി നിന്ന ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റുക്കൂയിൽ നിന്ന് പൊന്തണ്ടേ. തിരിഞ്ഞോ പറഞ്ഞ് വേറൊന്ന് ഇന്ന് ഞാൻ കണ്ടൊരു അനുഭവം കൂടിയാണ് പറയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ മാറ്റാൻ പോകാൻ പാടില്ല. അസ്സലാമു അലൈക്കും നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. മുത്തവല്ലി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കും. മുത്തവല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞ് മീം പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ നേരെ ഒന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനസ്സിലായ പറഞ്ഞേ? നമ്മളങ്ങനെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി വേറൊരു കാര്യം കൂടി. എന്താ ദേഷ്യം പിടിക്കുന്ന? അത് ഇതൊന്നും പലരും മൊലിയാർ ചെയ്തില്ല, ഈ തങ്ങൾ ചെയ്തില്ല എന്ന് പറയണ്ട. ഇത് ഞാൻ പറഞ്ഞതിനെതിര് തങ്ങന്മാരോ മൊലിയാന്മാരോ പറഞ്ഞാൽ ഞങ്ങളിനോട് പറഞ്ഞോളേ. കിതാബിലൂടെ ഉണ്ടോ? വേറെ ഒന്ന് പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പള്ളികളിലൊക്കെ പോകുന്നവരാണ്. ജുമാ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ബാങ്ക് ഇഖാമത്ത് കൊടുക്കും. ഇഖാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും ഇല്ലേ? അതിലെങ്ങനെ മാണ്ടി? അതിൻ്റെ ഹുക്കം എന്താ? നമ്മൾ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇഖാമത്ത് പൂർത്തിയായ ശേഷം, ഖദ്ഖാമത്ത് സ്വലാ പറഞ്ഞ ശേഷമല്ല, ഇഖാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കുന്ന വേണ്ടി. ആ എഴുന്നേറ്റ് എണീക്കേണ്ടത് തന്നെപ്പാ ഇഖാമത്ത് പൂർത്തിയായ ശേഷം. വെറുതെ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തുകയാണ് നമ്മളെ തിരക്കുകൊണ്ട്. ഇമാമ് മെഹ്റാബിലേക്ക് കയറേണ്ടപ്പാ ഇഖാമത്ത് പൂർത്തിയായ ശേഷം. ഇഖാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ് മെഹ്റാബിലേക്ക് കയറേണ്ടത്. ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എപ്പാണ്? ഇഖാമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശേഷം. ഇതെല്ലാം ഫുഖഹാക്കളൊക്കെ പറഞ്ഞാണ്, നമ്മളൊക്കെ പഠിച്ചോ മനസ്സിലാക്കിയൊക്കെയാണ്. പക്ഷേ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ്. നമുക്ക് നഷ്ടപ്പെടുന്നൊരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ്. ഇനി മേലിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ പാലിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പിന്നെ വേറെ വിഷയം ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവില്ല, എണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി അവിടെ എത്തുമ്പോഴേക്കും അയാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫള് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ ഉദറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം. അത് പിന്നെ പോയി ആടുമ്പോഴൊക്കെ ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും. അത് ഇത് കൂട്ടില്ല. കാരണം സൊഫായിട്ട് സുന്നത്ത് നിസ്കരിച്ച് സൊഫായിരിക്കാനുള്ള